ഇന്നലെ ബീഹാറിൽ ആദ്യഘട്ട പോളിംഗ് അവസാനിച്ചു. അതിനുശേഷം വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ബീഹാറിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പോളിംഗ് ആണ് ഇന്നലെ ഉണ്ടായത്. 64.66%. എന്തായാലും SAR നടപ്പിലാക്കിയ പശ്ചാത്തലത്തിലായിരിക്കും ഇത്തരത്തിലുള്ള വർധന ഉണ്ടായത്. കാരണം ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റക്കാരും പിന്നീട് ആ സംസ്ഥാനത്തുള്ളവരും മരണപ്പെട്ടവരും അടക്കമുള്ളവരെ ഒഴിവാക്കി കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തി. അതുകൊണ്ട് തന്നെയാണ് ഈ ശതമാനം വർദ്ധിച്ചിരിക്കുന്നത്. നാം ഇനി രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകപക്ഷീയമായി തന്നെ ഒരു വിജയത്തിലേക്ക് BJP മുന്നേറുന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് വലിയ രീതിയിൽ BJP നയിക്കുന്ന NDAയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ പോളിംഗ് നടന്നിരിക്കുന്നത്. RJDയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തം നിലയ്ക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും അവരോടൊപ്പം നിൽക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുടെ മികച്ച പ്രകടനമില്ലായ്മയാണ് അവരെ പ്രതിസന്ധിയിലാക്കുന്നത്. ഇത് ആദ്യത്തെ സംഭവമല്ല. 2020 പരിശോധിച്ചാലും നമുക്കിത് കൃത്യമായി തന്നെ മനസ്സിലാകും. RJD തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ ഒന്ന് ശരീരമനങ്ങി പണിയെടുക്കാൻ മടിയുള്ള നേതാക്കൾ കേരളത്തിൽ മാത്രമല്ല അങ്ങ് ബീഹാറിലുമുണ്ട്. അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് ഈ പരാജയങ്ങൾ സംഭവിക്കുന്നത്. അത് കൃത്യമായി തന്നെ